ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് വീട് വെക്കാനാണ്. അല്ലെങ്കിൽ ഞാനൊരു ഫ്ലാറ്റ് പോലെ ഒരു ബിൽഡിംഗ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് അതിന് അനുയോജ്യമാണോ? അവിടുത്തെ വേറെന്തെങ്കിലും ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ടോ? ഇഷ്യൂസ് ഉണ്ടോ? വളരെ വലിയൊരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ ചോദിച്ചത്. കാരണം എന്തെന്നറിയാമോ, ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഭൂമിയുടെ ഘടനകളും സർക്കാർ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒന്നും അറിയില്ല. സർക്കാർ ഒരുപാട് വസ്തുക്കൾ ഗ്രീൻ സ്ട്രിപ്പിൽ പെടുത്തിയിട്ടുണ്ട്. മറ്റ് കൺസ്ട്രക്ഷനിലൊക്കെ വലിയ പാടാണ്, ബുദ്ധിമുട്ടാണ്. ചില സ്ഥലങ്ങളിൽ കൊമേഴ്ഷ്യൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, റെസിഡൻഷ്യൽ ചെയ്യാൻ പാടില്ല. ചിലർ റെസിഡൻഷ്യൽ സോണാണ്, അവിടെ നമുക്കൊരു കൊമേഴ്ഷ്യൽ ചെയ്യാൻ പാടില്ല. കവടിയാറ് ചില ഭാഗങ്ങളിലൊക്കെ തന്നെ 2 നില കൂടുതൽ ചെയ്യാൻ പാടില്ല. 3-ാമത്തെ നില നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ സ്ലോപ്പിംഗ് റൂഫ് ആയിരിക്കണം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അടുത്തൊക്കെ ഉള്ള സ്ഥലങ്ങൾ ഹെറിറ്റേജ് സോണിൽ പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇതെങ്ങനെ സാധാരണ ഒരാളിന് മനസ്സിലാവും? അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടന്റിന്റെ ആവശ്യം വരുന്നത്. നമുക്ക് കണക്ക് എഴുതാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് നമ്മൾ ആരെ ഏൽപ്പിക്കുന്നത്? ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ ഏൽപ്പിക്കുന്നത്. നമുക്ക് വീട് വെക്കാൻ വരയ്ക്കാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് നമ്മൾ ആരെ ഏൽപ്പിക്കുന്നത്? നമ്മളൊരു ആർക്കിടെക്റ്റിനെ ഏൽപ്പിക്കുന്നത്. എന്തുകൊണ്ട് റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടന്റിനെ ഈ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നില്ല? നിങ്ങൾക്ക് ഞാനൊരു കൺസൾട്ടന്റ് ആണ് എങ്കിൽ അതിനെക്കുറിച്ച് എനിക്ക് അറിവുണ്ടെങ്കിൽ ഞാൻ കൃത്യമായിട്ട് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ചെയ്തു തരും. അതിനാണ് ഞാൻ സർവീസ് ചാർജ് വാങ്ങേണ്ടത്. അല്ലാതെ ഒരു വസ്തു കൊണ്ടൊന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് ഇത് കൊടുക്കാനുള്ള വസ്തുവാണെന്ന് പറഞ്ഞതിന് ശേഷം കമ്മീഷൻ വാങ്ങേണ്ടതല്ല ഈ ജോലിയുടെ പ്രത്യേകത.